Hi, this is GB Sebastian. Welcome to GB's classes. ഇന്ന് CBSE 8ാം ക്ലാസ് ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡർ ടെക്സ്റ്റ് ബുക്കായ ഇറ്റ് സോ ഹാപ്പൻഡ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് ദി സെൽഫിഷ് ജയൻ്റ് എന്നാണ്. ഈ പാർട്ടിൻ്റെ മുമ്പുള്ള ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് ഈ വീഡിയോയ്ക്ക് താഴെ ജിബീസ് ക്ലാസ്സസ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജിബീസ് ക്ലാസ്സസ് ഓപ്പൺ ആവും. അതിൽ പ്ലേലിസ്റ്റിൽ പോവുക. CBSE ക്ലാസ് 8 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിലെല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. 2ാമത്തെ പാർട്ട് നോക്കാം. ഈ 2ാമത്തെ പാർട്ടിൽ എന്തൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ബുള്ളറ്റ്സിൽ കാണിച്ചിരിക്കുന്നത്, ഈ പോയിൻറ്റ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അതിലെ മെയിൻ പോയിൻറ്റ്സ് ആണ്. ടു സെലിബ്രേറ്റ് ദി റിട്ടേൺ ഓഫ് ദി ചിൽഡ്രൻ, trees covered themselves with birds and blossoms. കുട്ടികൾ ആ ഗാർഡനിലോട്ട് തിരിച്ചു വന്നപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഈ മരങ്ങളിൽ ബേർഡ്സ് വരുന്നു, അതുപോലെ തന്നെ മരങ്ങളെല്ലാം പുഷ്പിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The giant was delighted to see his friends back, especially a little boy whom he loved dearly. ആ ജയൻറ്റിന് അവൻ്റെ കൂട്ടുകാർ, അതായത് കുട്ടികളായ കൂട്ടുകാർ തിരിച്ചു വന്നത് വളരെ ഇഷ്ടപ്പെട്ടു. അത് എസ്പെഷ്യലി ആ ഒരു സ്മോൾ ബോയ്, ചെറിയ കുട്ടി, ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ജയൻറ്റിന്. ആ കുട്ടി തിരിച്ചു വന്നത് ഒത്തിരി ഇഷ്ടമായി. The little boy soon disappeared, only to return much later. ആ ലിറ്റിൽ ബോയ് പെട്ടെന്ന് തന്നെ ഡിസപ്പിയറായി, കാണാതായി. എന്നിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഈ 2ാമത്തെ പാർട്ടിൽ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹി സോ മോസ്റ്റ് വണ്ടർഫുൾ സൈറ്റ്. അദ്ദേഹം, ആ ജയൻ്റ്, ഒരു വളരെ വണ്ടർഫുള്ളായ ഒരു വ്യൂ, ഒരു സംഭവം കണ്ടു. ത്രൂ എ ലിറ്റിൽ ഹോൾ ഇൻ ദി വാൾ ദി ചിൽഡ്രൻ ഹാഡ് ക്രപ്റ്റ് ഇൻ. ഗാർഡന് ചുറ്റുമുണ്ടാക്കിയ ആ വലിയ മതിലിൻ്റെ ഒരു ചെറിയ ഹോളിലൂടെ, ഒരു ചെറിയ ഓട്ടയിലൂടെ എന്ത് ചെയ്തു? ഈ കുട്ടികൾ ഗാർഡനിലോട്ട് കടന്നു. ക്രപ്റ്റിൻ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കടന്നു. ആൻഡ് ദേ വർ സിറ്റിംഗ് ഇൻ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. അവർ ആ ഗാർഡൻ്റെ ഉള്ളിലെ മരങ്ങളുടെ ബ്രാഞ്ചസിലിരിക്കുകയാണ്. ഇൻ എവ്രി ട്രീ ദാറ്റ് ഹീ വുഡ് സീ there was a little child. ഓരോ മരത്തിലും നോക്കുമ്പോൾ ഓരോ കുട്ടി, ഒരു ചെറിയ കുട്ടി ആ ഓരോ മരത്തിൻ്റെ ബ്രാഞ്ചസിലിരിക്കുന്നു. ആൻഡ് ദ ട്രീസ് were so glad to have the children back again. ആ മരങ്ങൾക്ക് ആ കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. ആൻഡ് they had covered themselves with blossoms. അവർ, ആ മരങ്ങൾ അവരെ മൂടിക്കൊണ്ട്, അവരിൽ എന്തു വന്നു? ബ്ലോസം, മുട്ടുകളും പൂക്കളും ഉണ്ടായി. ആൻഡ് വെർ വേവിങ് ദെയർ ആംസ് ജെൻ്റ്ലി. അവർ, ആ മരങ്ങളുടെ കൈകൾ ഇങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീശിക്കൊണ്ടിരിക്കുകയാണ്. അബൌവ് ദ ചിൽഡ്രൻസ് ഹെഡ്സ്. ആ കുട്ടികളുടെ തലയുടെ മുകളിൽ അവരവരുടെ ബ്രാഞ്ചസ്, അവരവരുടെ കൈകൾ കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ദ ബേർഡ്സ് വർ ഫ്ലൈയിങ് അബൌട്ട് ആൻഡ് ട്വിറ്ററിങ് വിത്ത് ഡിലൈറ്റ്. അതുപോലെ തന്നെ ബേർഡ്സ്, പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് സന്തോഷം കൊണ്ട് പറന്ന് നടക്കുന്നു. ആൻഡ് ദ ഫ്ലവേഴ്സ് വർ ലുക്കിംഗ് അപ്പ് ത്രൂ ദ ഗ്രീൻ ഗ്രാസ് ആൻഡ് ലാഫിങ്. അപ്പോൾ ഗ്രീൻ ഗ്രാസിൻ്റെ മുകളിലൂടെ ഈ ഫ്ലവേഴ്സ്, പൂക്കൾ പുറത്തോട്ട് തലയിട്ട് നോക്കുന്നു. ആൻഡ് അവർ ചിരിക്കുകയാണ്. ലാഫിങ്, ചിരിക്കുന്നു. സന്തോഷമാണ് എല്ലാവർക്കും, മരങ്ങൾക്കും ബേർഡ്സിനും ഫ്ലവേഴ്സിനും ഒക്കെ. ആൻഡ് ഇറ്റ് വാസ് ലവ്ലി സീൻ. വളരെ നല്ല സുഖകരമായ, വളരെ ബ്യൂട്ടിഫുള്ളായ സീനായിരുന്നത്. ഒൺലി ഇൻ വൺ കോർണർ ഇറ്റ് വാസ് സ്റ്റിൽ വിൻ്റർ. ഒരു കോർണറിൽ മാത്രം ഇപ്പോഴും വിൻ്ററാണ്, ഇപ്പോഴും തണുപ്പ് കാലമാണ്. അവിടെ പക്ഷികളോ പൂക്കളോ ബ്ലോസം ഒന്നും കാണാൻ പറ്റുന്നില്ല.
ആൻഡ് ഇറ്റ് വാസ് ദ ഫാദസ്റ്റ് കോർണർ ഓഫ് ദ ഗാർഡൻ. ഗാർഡൻ്റെ ഏറ്റവും അറ്റത്തുള്ള കോർണറിലായിരുന്നു അങ്ങനെ. അവിടെ എപ്പോഴും വിൻ്ററാണ്. ആൻഡ് ഇൻ ഇറ്റ് വാസ് സ്റ്റാൻഡിങ് എ ലിറ്റിൽ ബോയ്. അവിടെ ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നു. ആൻഡ് ഹി വാസ് സോ സ്മോൾ, വളരെ ചെറുതായിരുന്നു. ആൻഡ് ദാറ്റ് ഹീ കുഡ് നോട്ട് റീച്ച് അപ്പ് ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. ആ മരത്തിൻ്റെ ശിഖരങ്ങളിൽ ബ്രാഞ്ചസിലോട്ട് എത്താൻ ഉള്ള സൈസ് അവനുണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു കൊച്ചായിരുന്നു. ആൻഡ് ഹി വാസ് വാണ്ടറിങ് ഓൾ റൗണ്ട് ഇറ്റ്, ക്രൈങ് ബിറ്റർലി. കരഞ്ഞുകൊണ്ട് അവൻ ആ മരത്തിന് ചുറ്റും നടക്കുകയാണ്. ആ ഗാർഡനിൽ ഇങ്ങനെ നടക്കുകയാണ്. അവന് മരത്തിൽ കയറാൻ പറ്റുന്നില്ല, അവൻ വളരെ ചെറുതായിരുന്നു. ആൻഡ് ദ പുവർ ട്രീ വാസ് സ്റ്റിൽ കവേർഡ് വിത്ത് ഫ്രോസ്റ്റ് ആൻഡ് സ്നോ. ആ പാവം മരം ഫുള്ളായിട്ട് ഇപ്പോഴും മഞ്ഞും അതുപോലെ തന്നെ ഐസുമായിട്ട് കവർ ചെയ്ത് വിൻ്ററായിട്ട് നിൽക്കുകയാണ് അവിടെ. ആൻഡ് ദ നോർത്ത് വിൻഡ് വാസ് ബ്ലോയിങ് ആൻഡ് റോറിങ് അബൌവ് ഇറ്റ്. ആ നോർത്ത് വിൻഡ്, ആ തണുത്ത കാറ്റ് ആ മരത്തിൻ്റെ മേളിലൂടെ വീശുകയാണ്, സൗണ്ട് ഉണ്ടാക്കുന്നു, ഗർജിക്കുന്നു ആ നോർത്ത് വിൻഡ്. ക്ലൈംബ് അപ്പ് ലിറ്റിൽ ബോയ് സെഡ് ദ ട്രീ. അപ്പം മരം പറയുകയാണ്, ക്ലൈംബ് അപ്പ്, എൻ്റെ മേളിൽ കയറൂ, എൻ്റെ ഈ മരത്തിൽ നീ കയറൂ. ലിറ്റിൽ ബോയോട് പറയാണ്, നീ കയറൂ, മരത്തിൽ കയറൂ. ആൻഡ് ഇറ്റ് ബെൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഡൗൺ. ആ മരത്തിൻ്റെ ശാഖകൾ താഴ്ത്തിക്കൊണ്ട് ആ കൊച്ചു കുഞ്ഞിനെ കയറാനായിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആസ് ലോ ആസ് ഇറ്റ് കുഡ്, എത്ര താഴ്ത്താൻ പറ്റുമോ അത്രയും താഴ്ത്തി അതിൻ്റെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട് കൊച്ചിന് കയറാനായിട്ട്. ബട്ട് ദ ബോയ് വാസ് ടു ടൈനി. പക്ഷേ ആ ആൺകുട്ടി വളരെ ചെറുതായിരുന്നു, അതിന് കയറാൻ പറ്റുന്നില്ല ആ മരത്തിൽ. ആൻഡ് ദ ജയൻസ് ഹാർട്ട് മെൽറ്റഡ് ആൻഡ് ആസ് ഹി ലുക്ക്ഡ് ഔട്ട്. അങ്ങനെ ആ പുറത്തോട്ട് നോക്കി ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ജയൻറ്റിൻ്റെ ഹൃദയം ഉരുകി അല്ലെങ്കിൽ മെൽറ്റായി. ഹൗ സെൽഫിഷ് ഐ ഹാവ് ബീൻ, ഹി സെഡ്. അദ്ദേഹം സ്വന്തം പറയുകയാണ്. ആ ജയൻറ്റ് പറയുന്നു, എത്ര സെൽഫിഷായിരുന്നു ഞാൻ. നൗ ഐ നോ വൈ ദ സ്പ്രിങ് വുഡ് നോട്ട് കം ഹിയർ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ വസന്തകാലം എൻ്റെ ഗാർഡനിൽ വരാതിരുന്നത്. ഐ വിൽ പുട്ട് ദാറ്റ് പുവർ ലിറ്റിൽ ബോയ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. ആ പാവം ചെറിയ ആൺകുട്ടിയെ ഞാൻ ആ മരത്തിൻ്റെ കൊമ്പിൽ എടുത്തിരുത്തും. ആൻഡ് ദെൻ ഐ വിൽ നോക്ക് ഡൗൺ ദ വാൾ. അത് കഴിയുമ്പോൾ ഞാൻ കെട്ടിയ ആ മതിൽ അത് ഞാൻ പൊളിച്ചു കളയും. നോക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയുക, ഡിസ്ട്രോയ് ചെയ്യുക. മൈ ഗാർഡൻ ഷാൽ ബി ദി ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട് ഫോർ എവർ ആൻഡ് എവർ. എന്നേക്കും എൻ്റെ ഗാർഡൻ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടായി മാറും. ആൻഡ് ഹി വാസ് റിയലി വെരി സോറി ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ. ആ ജയൻറ്റിന് മനസ്സിലായി അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു. അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. ആൻഡ് സോ ഹി ക്രെബ് ഡൗൺ സ്റ്റെയർസ് മുകളിൽ നിന്ന് താഴോട്ട് വന്നു. ആൻഡ് ഓപ്പൺ ദ ഫ്രണ്ട് ഡോർ ക്വൈറ്റ് സോഫ്റ്റ്ലി. ആ ഫ്രണ്ട് ഡോർ വളരെ വളരെ സോഫ്റ്റായി തുറന്നു. ആൻഡ് വെൻറ്റ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. ആ ഗാർഡനിലോട്ട് പോയി. ബട്ട് വെൻ ദ ചിൽഡ്രൻ സോ ഹിം, പക്ഷേ ആ കുട്ടികൾ ആ ജയൻറ്റിനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? ദേ വർ സോ ഫ്രൈറ്റൻഡ്, പേടിച്ചു. ആൻഡ് ദേ റാൻ അവേ, അവർ ഓടിപ്പോയി അവിടെ നിന്ന്. ആൻഡ് ദ ഗാർഡൻ ബിക്കെയിം വിൻ്റർ അഗെയിൻ. അവർ ആ ഗാർഡനിൽ നിന്ന് പുറത്ത് ഓടിപ്പോയപ്പോൾ പിന്നെയും ആ ഗാർഡനിൽ മൊത്തം വിൻ്റർ തന്നെയായി. ആ ബ്ലോസമായിരുന്ന സ്പ്രിങ് സീസൺ, വസന്തകാലം വന്നിരുന്നത്, അത് മാറി പിന്നെയും വിൻ്ററായി മാറി. ഓൺലി ദ ലിറ്റിൽ ബോയ് ഡിഡ് നോട്ട് റൺ. ആ ഗാർഡൻ്റെ കോർണറിൽ നിന്നിരുന്ന ആ ലിറ്റിൽ ബോയ് മാത്രം ഓടിയില്ല. ഫോർ ഹിസ് ഐസ് വെർ സോ ഫുൾ ഓഫ് ടിയേഴ്സ്. അവൻ്റെ കണ്ണുകൾ നിറയെ കണ്ണുനീരായിരുന്നു. സോ ഹീ കുഡ് നോട്ട് സീ ദ ജയൻറ്റ് കമ്മിങ്. ആ ജയൻറ്റ് വരുന്നത് അവന് കാണാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ കണ്ണിൽ നിറച്ചും കണ്ണുനീരായിരുന്നു. ആൻഡ് ദ ജയൻറ്റ് സ്റ്റോൾ അപ്പ് ബിഹൈൻഡ് ഹിം. ആ കൊച്ചുകുട്ടിയുടെ പുറകിലോട്ട് നടന്നെത്തി. ആൻഡ് ടുക്ക് ഹിം ജെൻ്റ്ലി ഇൻ ഹിസ് ഹാൻഡ്സ്. ജയൻറ്റ് സ്വന്തം കൈകളിൽ ആ കൊച്ചുകുട്ടിയെ ഉയർത്തി.
ആൻഡ് പുട്ട് ഹിം അപ്പ് ഇൻ ടു ദ ട്രീ. ആ മരത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ ബ്രാഞ്ചസിൽ കയറ്റിയിരുത്തി. ആൻഡ് ദ ട്രീ ബ്രോക്ക് ഔട്ട് വൺസ് ഇൻ ടു ബ്ലോസം. അപ്പോൾ തന്നെ ആ മരം പുഷ്പിച്ചു, പൂക്കളുണ്ടായി. ആൻഡ് ദ ബേർഡ്സ് കെയിം ആൻഡ് സാങ് ഓൺ ഇറ്റ്. അപ്പോൾ പക്ഷികൾ വന്നു, അതിലിരുന്നു, എന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി. ആൻഡ് ദ ലിറ്റിൽ ബോയ്സ് സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് 2 arms. ആ ലിറ്റിൽ ബോയ് 2 കൈയും സ്ട്രെച്ച് ചെയ്തു, നീട്ടി. ആൻഡ് ഫ്ലങ് ദം അറൗണ്ട് ദ ജയൻറ്റ്സ് നെക്ക്. ജയൻറ്റിൻ്റെ കഴുത്തിലിങ്ങനെ 2 സൈഡിലൂടെയും പിടിച്ചു. അവൻ്റെ കുഞ്ഞു കൈകൾ നീട്ടി. ആൻഡ് കിസ്ഡ് ഹിം. എന്നിട്ട് ആ ജയൻറ്റിനെ ഉമ്മ വച്ചു. ആൻഡ് അതർ ചിൽഡ്രൻ, മറ്റു കുട്ടികൾ, വെൻ ദേ സോ ദാറ്റ് ദ ജയൻറ്റ് വാസ് നോട്ട് വിക്കഡ് എനി ലോങ്ങർ. മറ്റു കുട്ടികൾക്ക് മനസ്സിലായി, അവരത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ജയൻറ്റ് നേരത്തെ ഉള്ള പോലെ ക്രൂരനല്ല, വിക്കഡല്ല, വാസ് നോട്ട് വിക്കഡ് എനി ലോങ്ങർ. കെയിം റണ്ണിങ്. എന്നിട്ട് അവർ ഓടി വന്നു, റണ്ണിങ് ബാക്ക്, തിരിച്ച് ഓടി വന്നു. ആൻഡ് വിത്ത് ദെം കെയിം ദ സ്പ്രിങ്. അപ്പോൾ അവരോടി ഗാർഡനിലോട്ട് വന്നപ്പോൾ അവരുടെ കൂടെ തന്നെ വസന്തകാലവും വന്നു. ബ്ലോസം, ട്രീസ് ബ്ലോസം ചെയ്തു. അതുപോലെ തന്നെ ബേർഡ്സ് വന്നു. ആ സ്പ്രിങ് സീസണിലുണ്ടാവുന്നതെല്ലാം അവിടെ പിന്നെയും വീണ്ടും ആ ഗാർഡനിലുണ്ടായി. ആൻഡ് ഇറ്റ് ഈസ് യുവർ ഗാർഡൻ നൗ. അപ്പോൾ ജയൻറ്റ് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഗാർഡനാണ്, ഇനി ഇത് നിങ്ങളുടെ ഗാർഡനാണ് ലിറ്റിൽ ചിൽഡ്രൻ, സെഡ് ദ ജയൻറ്റ്. ആൻഡ് ഹി ടുക്ക് എ ഗ്രേറ്റ് ആക്സ് ആൻഡ് നോക്ക് ഡൗൺ ദ വാൾ. ഒരു വലിയ മഴുവെടുത്ത്, കോടാലി എടുത്ത് ആ ഉണ്ടാക്കിയിരുന്ന ആ വേലി, ആ മതിൽ ആ ജയൻറ്റ് പൊട്ടിച്ച് കളഞ്ഞു. ആൻഡ് വെൻ ദ പീപ്പിൾ were going to market at 12 o'clock, they found the giant playing with the children in the most beautiful garden they had ever seen. അപ്പോൾ ആൾക്കാർ 12 മണിക്ക് മാർക്കറ്റിലോട്ട് പോയിരുന്ന ആൾക്കാർ നോക്കിയപ്പോൾ അവരെന്താ കണ്ടത്? ദ ജയൻറ്റ് പ്ലേയിങ് വിത്ത് ദ ചിൽഡ്രൻ. ആ ജയൻറ്റ് കുട്ടികളുമായിട്ട് കളിക്കുന്നു. ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ. എവിടെ? ഇൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗാർഡൻ ദേ ഹാഡ് എവർ സീൻ. അവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ആ ഗാർഡനിൽ ഈ ജയൻറ്റ് കുട്ടികളുമായിട്ട് കളിക്കുന്നു. ഓൾ ഡേ ലോങ് ദേ പ്ലേഡ്. ആ ദിവസം മൊത്തം അവർ കളിച്ചു. ആൻഡ് ഇൻ ദ ഈവനിങ് ദേ കെയിം ടു ദ ജയൻറ്റ് ടു ബിഡ് ഹിം ഗുഡ് ബൈ. ഈവനിങ് ആയപ്പോൾ, വൈകുന്നേരമായപ്പോൾ കുട്ടികൾ ആ ജയൻറ്റിൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോയി. ബട്ട് വേർ ഈസ് യുവർ ലിറ്റിൽ കമ്പാനിയൻ? അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ ജയൻറ്റ് ചോദിച്ചു, ബട്ട് വേർ ഈസ് യുവർ ലിറ്റിൽ കമ്പാനിയൻ? ആ ചെറിയ കുട്ടി എവിടെ? ഹി സെഡ്, ദ ബോയ് ഐ പുട്ട് ഇൻ ടു ദ ട്രീ. ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ച ആ കൊച്ചു ബാലൻ, അല്ലെങ്കിൽ ആ കൊച്ചു ആൺകുഞ്ഞ് എവിടെ? ആ ബോയ് എവിടെ? ദ ജയൻറ്റ് ലവ്ഡ് ഹിം ദ ബെസ്റ്റ് ബിക്കോസ് ഹി ഹാഡ് കിസ്ഡ് ഹിം. അപ്പോൾ ആ കൊച്ചുകുട്ടിയെ ഈ ജയൻറ്റിന് വളരെ ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ആ കൊച്ചുകുട്ടി അദ്ദേഹത്തിന് ഉമ്മ കൊടുത്തു. വി ഡോണ്ട് നോ ആൻസർഡ് ദി ചിൽഡ്രൻ. ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഹി ഹാസ് ഗോൺ അവേ. അവൻ എവിടെയോ പോയി. യു മസ്റ്റ് ടെൽ ഹിം ടു ബി ഷുവർ ടു കം ടുമോറോ. നിങ്ങൾ അവനോട് പറയണം, അവൻ ഷുവറായിട്ടും നാളെ വരണമെന്ന്. സെഡ് ദ ജയൻറ്റ് പറഞ്ഞു. ബട്ട് ദ ചിൽഡ്രൻ സെഡ്, പക്ഷേ ആ കുട്ടികൾ പറഞ്ഞു, ദേ ഡിഡ് നോട്ട് നോ വെർ ഹി ലിവ്ഡ്. ആ കുട്ടികൾ പറഞ്ഞു, അവർക്കറിയില്ല അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന്. ആൻഡ് ഹാഡ് നെവർ സീൻ ഹിം ബിഫോർ. ഒരിക്കലും മുമ്പൊരിക്കലും ആ ബാലനെ, ആ കൊച്ചുകുട്ടിയെ, ആ കുട്ടിയെ ഈ കുട്ടികൾ ആരും കണ്ടിട്ടും ഇല്ല. ആൻഡ് ദ ജയൻറ്റ് ഫെൽറ്റ് വെരി സാഡ്. ആ ജയൻറ്റിന് ഒരുപാട് സങ്കടമായി. എവ്രി ആഫ്റ്റർനൂൺ, എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ, വെൻ ദ സ്കൂൾ വാസ് ഓവർ, സ്കൂൾ വിട്ട് കഴിയുമ്പോൾ, ദ ചിൽഡ്രൻ കെയിം ആൻഡ് പ്ലേഡ് വിത്ത് ദ ജയൻറ്റ്. ആ കുട്ടികൾ വന്ന് ഈ ജയൻറ്റുമായിട്ട് കളിക്കും, ഗാർഡനിൽ വന്ന് കളിക്കും. ബട്ട് ദ ലിറ്റിൽ ബോയ് ഹൂം ദ ജയൻറ്റ് ലവ്ഡ് വാസ് നെവർ സീൻ അഗെയിൻ. ആ കൊച്ചുകുട്ടി, ആ മരത്തിൻ്റെ മുകളിൽ ജയൻറ്റ് എടുത്തു വെച്ച ആ കുട്ടി ഒരിക്കലും വന്നില്ല. ആ കുട്ടി ഒരിക്കലും
വാസ് നെവർ സീൻ അഗെയിൻ, ഒരിക്കലും കാണാൻ പറ്റിയില്ല. ആൻഡ് ദ ജയൻറ്റ് വാസ് വെരി കൈൻഡ് ടു ഓൾ ദ ചിൽഡ്രൻ. എല്ലാ കുട്ടികളോടും ആ ജയൻറ്റ് ഒരുപാട് കൈൻഡായിരുന്നു, ഒരുപാട് ദയുള്ളവനായിരുന്നു. യെറ്റ് ഹി ലോങ്ഡ് ഫോർ ഹിസ് ലിറ്റിൽ ഫ്രണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ ചെറിയ ആൺകുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ആൻഡ് ഓഫൻ സ്പോക്ക് ഓഫ് ഹിം, അവനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഹൗ ഐ വുഡ് ലൈക്ക് ടു സീ ഹിം, ഹി യൂസ് ടു സേ. അദ്ദേഹം ഈ ജയൻറ്റ് പറയായിരുന്നു, ഞാൻ എത്രമാത്രം ആ കുഞ്ഞിനെ, ആ കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നിടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. ഇയേഴ്സ് വെൻ ബൈ, ഒരുപാട് വർഷം കടന്നുപോയി. ആൻഡ് ദ ജയൻറ്റ് ഗ്രൂ വെരി ഓൾഡ് ആൻഡ് ഫീബിൾ. ആ ജയൻറ്റിന് ഒരുപാട് വയസ്സായി, ഫീബിളായി, ഫീബിൾ എന്ന് പറഞ്ഞാൽ വീക്കായി. ആൻഡ് ഹീ വുഡ് നോട്ട് പ്ലേ അബൌട്ട് എനിമോർ. അദ്ദേഹം ഒരുപാട് കളിക്കാറൊന്നുമില്ല. സോ ഹി സാറ്റ് ഇൻ എ ഹ്യൂജ് ആം ചെയർ, ഒരു ആം ചെയറിൽ, വലിയ ആം ചെയറിലിരിക്കും. ആൻഡ് വാച്ച്ഡ് ദ ചിൽഡ്രൻ അറ്റ് ദെയർ ഗെയിംസ് ആൻഡ് അഡ്മയർഡ് ഹിസ് ഗാർഡൻ. ആ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഗാർഡനെ പ്രശംസിച്ചു കൊണ്ടിരിക്കും. ആൻഡ് ഐ ഹാവ് മെനി, ആ ജയൻറ്റ് ആ ഹ്യൂജ് ആം ചെയറിലിരുന്ന് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഐ ഹാവ് മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ഗാർഡനിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ട്. ബട്ട് ദ ചിൽഡ്രൻ ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഓഫ് ഓൾ. ആ പൂക്കളെക്കാളെല്ലാം സുന്ദരമാണ്, അതിനേക്കാളെല്ലാം ബ്യൂട്ടിഫുള്ളാണ് ഈ കുട്ടികൾ എന്ന് അദ്ദേഹം പറയും. വൺ വിൻ്റർ മോർണിംഗ്, ഒരു വിൻ്റർ മോർണിംഗിൽ, ഹീ ലുക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് വിൻഡോ. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ആസ് ഹീ വാസ് ഡ്രസ്സിങ്, അതായത് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കി. ആൻഡ് ഹീ ഡിഡ് നോട്ട് ഹെയ്റ്റ് ദ വിൻ്റർ നൗ. ഇപ്പോൾ വിൻ്ററിനെ അദ്ദേഹത്തിന് ദേഷ്യമില്ല, ഒരു കുഴപ്പമില്ല. ഫോർ ഹീ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് മിയർലി ദ സ്പ്രിങ് അസ്ലീപ്പ്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പോൾ വിൻ്ററാണ്. വിൻ്റർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്പ്രിങ് സീസൺ, വസന്തകാലം, ഉറങ്ങുകയാണ്. അതുപോലെ തന്നെ ദാറ്റ് ദ ഫ്ലവേഴ്സ് വെർ റെസ്റ്റിംഗ്, ആ പൂക്കളെല്ലാം റെസ്റ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടിപ്പോൾ വിൻ്ററാണ്. സഡൻലി ഹീ റബ്ഡ് ഹിസ് ഐസ് ഇൻ വണ്ടർ. സഡൻലി, പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുടച്ചു, ആശ്ചര്യത്തോടെ തുടച്ചുകൊണ്ട് നോക്കി. ആൻഡ് ലുക്ക്ഡ്, എന്നിട്ട് നോക്കി. ആൻഡ് സർട്ടൻലി വാസ് എ മാർവലസ് സൈറ്റ്. ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ, വളരെ മാർവലസ് ആയിട്ടുള്ള എന്തോ കാര്യം അദ്ദേഹം അവിടെ കണ്ടു. ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ ഗാർഡൻ, ആ ഗാർഡൻ്റെ ഏറ്റവും അറ്റത്തെ കോർണറിൽ, വാസ് എ ട്രീ ക്വൈറ്റ് കവേർഡ് വിത്ത് ലവ്ലി വൈറ്റ് ബ്ലോസംസ്. ഒരു മരം കണ്ടു. ആ മരത്തിൽ മൊത്തം വൈറ്റ് ഫ്ലവേഴ്സ് കൊണ്ട് മൂടിയിരിക്കുന്നു, കവർ ചെയ്ത് നിൽക്കുന്നു. ഇത് വിൻ്ററാണ്. വിൻ്ററിൽ ഒരു മരത്തിലും പൂക്കളില്ല, പക്ഷേ ആ ഗാർഡനിലെ കോർണറിലെ ആ മരത്തിൽ ഒരുപാട് വൈറ്റ് ഫ്ലവേഴ്സ് കാണുന്നു. ഇറ്റ്സ് ബ്രാഞ്ചസ് വർ ഗോൾഡൻ. അതിൻ്റെ ബ്രാഞ്ചസ്, അതിൻ്റെ കളറ് ഗോൾഡൻ കളറാണ്. ആൻഡ് സിൽവർ ഫ്രൂട്ട് ഹങ് ഡൗൺ ഫ്രം ദം. സിൽവർ ഫ്രൂട്ട് തൂങ്ങിക്കിടക്കുന്നു, വെള്ളി നിറത്തിലുള്ള ഫ്രൂട്ട്സ് തൂങ്ങിക്കിടക്കുന്നു. ആൻഡ് അണ്ടർനീത്ത് ഇറ്റ്, അതിൻ്റെ താഴെ, സ്റ്റുഡ് ദ ലിറ്റിൽ ബോയ് ഹി ഹാഡ് ലവ്ഡ്. ആ താഴെ നോക്കുമ്പോൾ ആ ചെറിയ ആൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നു. ദ ഡൗൺ സ്റ്റേഴ്സ് റാൻ ദ ജയൻറ്റ് ഇൻ ഗ്രേറ്റ് ജോയ്. വളരെ സന്തോഷത്തോടെ താഴത്തെ സ്റ്റേഴ്സിലോട്ട് അദ്ദേഹം ഓടിപ്പോയി. ആൻഡ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ, എന്നിട്ട് ഗാർഡനിലോട്ട് പെട്ടെന്ന് ഓടിച്ചെന്നു. ആൻഡ് ഹി ഹേസ്റ്റൻഡ് അക്രോസ് ദ ഗ്രാസ്. ആ പുല്ലുകളുടെ മുകളിലൂടെയൊക്കെ ഓടി അവിടെ എത്തി. കെയിം നിയർ ടു ദ ചൈൽഡ്, എന്നിട്ട് ആ കുട്ടിയുടെ അടുത്തെത്തി. ആൻഡ് വെൻ ഹി കെയിം ക്വൈറ്റ് ക്ലോസ് ടു ഹിസ് ഫേസ് ഗ്രൂ റെഡ് വിത്ത് ആങ്കർ. അവൻ അടുത്തോട്ട് വന്നപ്പോൾ, ആ കൊച്ചിൻ്റെ അടുത്തോട്ടെത്തി. അപ്പോൾ ജയൻറ്റിൻ്റെ ഫേസ് ഗ്രൂ റെഡ് വിത്ത് ആങ്കർ. അവൻ്റെ ഫേസിലെ ദേഷ്യം കൊണ്ട് ചുമന്നു തുടുത്തു. ആൻഡ് ഹി സെഡ്, എന്നിട്ട് ജയൻറ്റ് പറഞ്ഞു, ഹൂ ഹാത്ത് ഡാഡ് ടു വൂൺ ദീ? ആർക്കാണ് നിന്നെ
ആ കൊച്ചിൻ്റെ മേളിൽ, കൊച്ചിൻ്റെ കൈകളിലും കാലുകളിലും വൂഡ്സ് കണ്ടു, മുറിവുകൾ കണ്ടു. അത് കണ്ടിട്ടാണ് ആ ജയൻറ്റിന് ദേഷ്യം വന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൂ ഹാസ് ഡാഡ് ടു വൂൺ ദീ? നിന്നെ മുറിവേൽപ്പിക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? ഫോർ ഓൺ ദ പാംസ് ഓഫ് ദ ചൈൽഡ്സ് ഹാൻഡ്സ് were the prints of 2 nails. ആ കുട്ടിയുടെ കയ്യിൽ, ആ കൈവെള്ളയിൽ 2 ആണികളുടെ തറച്ച പാട് കാണാമായിരുന്നു. ആൻഡ് ദ പ്രിൻസ് ഓഫ് 2 nails were on the little feet. ആ ചെറിയ കാലുകളിലും കാൽപാദങ്ങളിലും ആണികൾ തറച്ച, ഓരോ ആണികൾ 2 കാൽപാദത്തിലും തറച്ച പ്രിൻസ് കാണാമായിരുന്നു. അതിൻ്റെ ഓട്ട കാണാമായിരുന്നു, ഇഞ്ചുറി കാണാമായിരുന്നു. ഹൂ ഹാസ് ഡാഡ് ടു വൂൺ ദീ? പിന്നെയും ചോദിക്കുകയാണ്, ഉറക്കെ അലറിക്കൊണ്ട് ചോദിക്കുന്നു, ആർക്കാണ് നിന്നെ മുറിവേൽപ്പിക്കാനായിട്ട് ധൈര്യമുണ്ടായത്? ടെൽ മീ, പറയൂ. ദാറ്റ് ഐ മേ ടേക്ക് മൈ ബിഗ് സോഡ് ആൻഡ് സ്ലേ ഹിം. ഞാൻ എൻ്റെ വലിയ ആ വാളെടുത്ത് ആരായിരുന്നാലും അവനെ ഞാൻ കൊന്നുകളയും. സ്ലേയും എന്ന് പറഞ്ഞാൽ കൊല്ലുക. നേ ആൻസേർഡ് ദ ചൈൽഡ്. നേ എന്ന് പറഞ്ഞാൽ നോ. നോ ആൻസേർഡ് ദ ചൈൽഡ്. ആ ചൈൽഡ് പറഞ്ഞു, ഇല്ല, അല്ല. ബട്ട് ദീസ് ആർ ദ വൂൺസ് ഓഫ് ലവ്. ഇത്, ഈ വൂണ്ട് എന്ന് പറയുന്നത്, ഈ ഇഞ്ചുറി എന്ന് പറയുന്നത്, അത് സ്നേഹത്തിൻ്റെ മുറിവുകളാണ്. ഹൂ ആർ ദോ? സെഡ് ദ ജയൻറ്റ്. അപ്പോൾ ജയൻറ്റ് ചോദിച്ചു, ഹൂ ആർ ദോ? ഹൂ ആർ യു? നീ ആരാണ്? ആൻഡ് എ സ്ട്രേഞ്ച് ഫെൽ ഓൺ ഹിം ആൻഡ് ഹീ നെൽറ്റ് ബിഫോർ ദ ലിറ്റിൽ ചൈൽഡ്. അപ്പോൾ എന്തോ സ്ട്രേഞ്ച് ആയിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ മുട്ടുകുത്തി നിന്നു ആ കുട്ടിയുടെ മുമ്പിൽ. And the child smiled on the giant and said to him. ആ ചൈൽഡ് ചിരിച്ചുകൊണ്ട് ജയൻറ്റിനോട് പറഞ്ഞു, യു ലെറ്റ് മീ പ്ലേ വൺസ് ഇൻ യുവർ ഗാർഡൻ. നിങ്ങൾ എന്നെ ഒരിക്കൽ നിങ്ങളുടെ ഗാർഡനിൽ കളിക്കാനായിട്ട് അനുവദിച്ചു. ടുഡേ, ഇന്ന്, യു ഷാൽ കം വിത്ത് മീ ടു മൈ ഗാർഡൻ വിച്ച് ഈസ് പാരഡൈസ്. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരണം, എൻ്റെ ഗാർഡനിലോട്ട്. അതെന്ന് പറയുന്നത് പാരഡൈസാണ്, സ്വർഗമാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇന്ന് സ്വർഗത്തിലോട്ട് വരാം. ആൻഡ് വെൻ ദ ചിൽഡ്രൻ റാൻ ഇൻ ദാറ്റ് ആഫ്റ്റർനൂൺ. മറ്റു കുട്ടികൾ അന്ന് ഉച്ച കഴിഞ്ഞ് സ്കൂൾ വിട്ട് അവർ കളിക്കാനായിട്ട് വന്നപ്പോൾ, ദേ ഫൗണ്ട് ദ ജയൻറ്റ് ലൈയിങ് ഡെഡ് അണ്ടർ ദ ട്രീ. അവരെന്താ കണ്ടത്? ദ ജയൻറ്റ് ലൈയിങ് ഡെഡ് അണ്ടർ ദ ട്രീ. ആ മരത്തിന് താഴെ ആ ജയൻറ്റ് മരിച്ചു കിടക്കുന്നു. അതാണ് ആ കുട്ടികൾക്ക് കാണാൻ പറ്റിയത്. ആൻഡ് ഓൾ കവേർഡ് വിത്ത് വൈറ്റ് ബ്ലോസംസ്. ആ വെള്ളപ്പൂക്കൾ കവർ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ മേളിലെല്ലാം വെള്ളപ്പൂക്കളായിട്ട് കവർ ചെയ്ത് അദ്ദേഹം മരിച്ചു കിടക്കുന്നു. ആ ജയൻറ്റ് മരിച്ചു കിടക്കുന്നതാണ് ആ കുട്ടികൾക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ വന്ന ആ കൊച്ചുകുട്ടി ആരായിരുന്നു? ആ കൈകളിലും കാലുകളിലും ആണിപ്പാടുകളുള്ള ആ കുട്ടി വേറെ ആരുമല്ല, ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ആ ജയൻറ്റിനെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ അവസാനിക്കുകയാണ് ആ കഥ. ദി സെൽഫിഷ് ജയൻറ്റ്. ആദ്യം കാണുന്നത് സെൽഫിഷ് ജയൻറ്റിൻ്റെ സ്വഭാവവും, അത് കഴിഞ്ഞ് ഒരു മൊത്തമായിട്ട് കംപ്ലീറ്റായിട്ട് മാറിയ സ്വഭാവം, കംപ്ലീറ്റായി മാറിയ ഒരു ജയൻറ്റിനെയാണ് നമ്മൾ കാണുന്നത്. വളരെ കൈൻഡായ, കുട്ടികളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ജയൻറ്റ്, ആ ജയൻറ്റിനെയാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.